അപ്പോൾ നമ്മൾ സോയാബീൻ ഉണ്ടല്ലേ മസാല നോക്കി നിങ്ങൾ ബീഫൊക്കെ മാറി ഇതുപോലത്തെ ഉണ്ടാക്കിയത് സൂപ്പർ ടേസ്റ്റ് ആണ്. ഇല്ലെങ്കിലും നിങ്ങൾ എങ്ങനെ പറഞ്ഞാൽ ഞാൻ കേൾക്കും. നമുക്ക് കുറച്ച് ചൂടുവെള്ളത്തിൽ കുറച്ച് നമുക്ക് സോയാബീൻ ഇട്ടേക്കാം. ഒരു 300 ആദ്യം സോയാബീൻ നല്ലതിൻ്റെ വെള്ളം കളയാം. ആദ്യം ഇതിൻ്റെ വെള്ളം നല്ല കളയാം കേട്ടോ. ഇതിനകത്ത് നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് കുറച്ച് 2 സവാള ഡ്രസ്സിൽ തോട്ട് വരയ്ക്ക് നമുക്ക് എന്തായാലും ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് സന്തോഷിക്കുന്നതായിരിക്കും. സവാള ഇട്ടിട്ട് നല്ലൊന്ന് വഴറ്റാം. അപ്പോൾ നമുക്കൊരു പകുതി ഉപ്പ് ഇട്ടാം. ഉപ്പിട്ട് നല്ലൊന്ന് മിക്സ് ആക്കുക. സോയാബീൻ മസാല ഉണ്ടാക്കുന്നത്, അപ്പോൾ അതിൽ എനിക്ക് ഉപ്പ് കുറച്ച് അധികം ടേസ്റ്റിൽ വേണം. അപ്പോൾ സവാള നല്ല റോസ്റ്റായി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ഒരു സ്പൂണ് മതി ഇഞ്ചി പേസ്റ്റ് ഇടുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു തക്കാളി. ഇതുപോലെ ഉണ്ടാക്കിയിട്ട് സൂപ്പർ ടേസ്റ്റ് ഇടാം. കുറച്ച് പച്ചമുളക് ഇടുക. എന്നിട്ട് നല്ലൊന്ന് മിക്സ് ചെയ്യുക. നമുക്ക് ഇതേപോലെ ഒരു പാത്രം വെച്ചിട്ട് കുറച്ച് കറിവേപ്പില ഇടാം. എന്നിട്ട് കുറച്ച് സവാള ഇട്ടിട്ടൊന്ന് പിന്നെ ചെറുതാക്കിയിട്ട് ഇതേപോലെ നല്ലൊന്ന് റോസ്റ്റ് ചെയ്യണം. ശകലം ഉപ്പിട്ടിട്ടൊന്നും ആയിക്കോളും. പെട്ടെന്ന് ഉള്ളി വാടിക്കിട്ടിക്കോളും. നമുക്കിതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല ഇത് നല്ല മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് നേരത്തെ വെച്ച് മാറ്റി വെച്ചുള്ള സോയാബീൻ ഉണ്ടല്ലോ, വെള്ളം സോയാബീൻ നമുക്ക് മിക്സ് ആക്കുന്നുണ്ട്. എന്നിട്ട് ഏകദേശം ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഏകദേശം ഒരു 4 വിസിലടിക്കണം കേട്ടോ. നമ്മുടെ പാത്രത്തിലേക്ക് നമ്മളിതിലേക്ക് ഒരു സ്പൂൺ ഇഞ്ചി പേസ്റ്റ് ഇട്ടെടുത്തുണ്ട്, വെളുത്തുള്ളി, പിന്നെ കുറച്ച് പച്ചമുളക്, ഒരു തക്കാളി കട്ട ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മസാല പൊടി എടുക്കുന്നുണ്ട്. കുറച്ച് മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, മുളക് പൊടി, ഡബിൾ മസാല എല്ലാം ഉണ്ടാക്കണം. പ്രാവശ്യം ഉണ്ടായത് ഉണ്ടാക്കി വെക്കില്ല, പ്രാവശ്യം ഉണ്ടാക്കിയത് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വാങ്ങുന്ന ബിസ്ക്കറ്റ് കഴിഞ്ഞ് റെഡി ഉണ്ടാവും. അപ്പോൾ ഈ ബിസ്ക്കറ്റ് അടിച്ച സാധനം നമ്മൾ എന്ത് ചെയ്യണം, നേരെ അതിൽ വിട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ അത്യാവശ്യം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഒരു സ്പൂൺ മുളക് കുരുമുളക് എടുക്കുന്നുണ്ട് കേട്ടോ. ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ആക്കാൻ മതി. അപ്പോൾ നമ്മുടെ സോയാബീൻ റെഡി ആണ് കേട്ടോ. കണ്ടില്ലേ, സൂപ്പർ ടേസ്റ്റാണല്ലേ, സൂപ്പർ ടേസ്റ്റാണ്. ബീഫൊക്കെ മാറി നിൽക്കും. അടിപൊളിയാണ്, ഉണ്ടാക്കി വെച്ചോളൂ. അപ്പോൾ നമ്മൾ സോയാബീൻ ഉണ്ടല്ലേ മസാല നോക്കി നിങ്ങൾ ബീഫൊക്കെ മാറി ഇതുപോലത്തെ ഉണ്ടാക്കിയത് സൂപ്പർ ടേസ്റ്റാണ്. ഇല്ലെങ്കിലും നിങ്ങൾ എങ്ങനെ പറഞ്ഞാൽ ഞാൻ കേൾക്കും. നല്ല ചൂടുണ്ട്, ജസ്റ്റ് ഒന്ന് ചൂടാറ്റുക. പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് പുട്ടുപൊടി നമ്മൾ ഒരു 15 മിനിറ്റ് മുന്നേ നനച്ചിട്ട് 5 മിനിറ്റ് പുട്ടുപൊടി എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ ഇതേപോലെ പുട്ടും കുറ്റി ആവശ്യമൊന്നുമില്ല. നമുക്ക് ചെറിയ തേങ്ങ ഉണ്ടല്ലോ അത് ഇതിൽ മിക്സ് ആക്കി കേട്ടോ. അത് വളരെ എളുപ്പത്തിൽ നമുക്ക് ജസ്റ്റ് ഉണ്ടാക്കാം. ഇത് ബാച്ചിലേഴ്സ് താമസമൊക്കെ ഉണ്ടാക്കും. അങ്ങനെ ഇതുപോലെ ഒരു പാത്രത്തിൽ കുറച്ച് 2-3 ഗ്ലാസ് വെള്ളം വെച്ചിട്ട് നമ്മൾ പുട്ടുപൊടി ഇട്ട് കൊടുക്കുക. തേങ്ങ മിക്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഉപ്പിട്ട് നിർത്തുന്നുണ്ട്. ഏകദേശം നമ്മളിതിൽ പകുതി സാധനത്തിൽ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. കടുകട നല്ല ആവി വന്നു കഴിഞ്ഞാൽ ഒന്ന് ഇളക്കി കൊടുക്കട്ടെ. അപ്പോൾ നമ്മൾ പുട്ട് റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പുട്ടാണ്, കാണിച്ചു തരാം. എന്നിട്ട് ഇതുപോലത്തെ ഗ്ലാസ് എടുക്കുക. ഇതുപോലത്തെ ഗ്ലാസ് എടുത്ത് നമ്മൾക്ക് എന്താ പറയുക, ഈ ആവി വെച്ച് പുട്ടുണ്ടല്ലോ, ആവിയിൽ കാണിച്ചത് പുട്ട് ഇതുപോലെ തന്നെ ആക്കുക. ആവി പറഞ്ഞ സാധനം നമുക്ക് ഉണ്ടാക്കാൻ പുട്ട് കിട്ടുന്ന ആവശ്യം. ഇതുപോലെ പാത്രമാക്കിയിട്ട് അടി സക്ക ഇതാ അല്ലേ ആവി പറഞ്ഞ സാധനം. അപ്പോൾ നമുക്ക് റെഡിയിൽ ഒരു പുട്ടായിട്ടുണ്ട്, ഒരു കഷ്ണമായിട്ടുണ്ട്. ഒരു കഷ്ണം കൂടെ ഇവിടെ ഇരിക്കുന്നത് ആവി പറക്കണ സാധനം. ഇതൊക്കെ സിമ്പിളാണ്ട് ഇതൊക്കെ പേര് ഇതാ. അങ്ങനെ അടുത്ത വീണ്ടും ഇതേപോലെ ഗ്ലാസ്സിലാക്കിയിട്ട് അമർത്തിയിട്ട് അടുത്ത് വെക്കാം. അപ്പോൾ രണ്ടാമത്തെ പുട്ട് റെഡി. രണ്ട് കഷ്ണമില്ല, 2 കഷ്ണം നമുക്ക് ഇതാ. അപ്പം അടുത്തത് 3. നല്ല ചൂടുണ്ട് കേട്ടോ, ശ്രദ്ധിക്കണം. തുണിക്ക് കൈ പിടിച്ച് നോക്കണം. 3 കഷ്ണമില്ലേ, നല്ല അമർത്തണം, അല്ലെങ്കിൽ മൂപ്പര് ചിലപ്പോൾ കെട്ടിമണ്ണി വീഴും. 3 വീണ്ടും അപ്പം ഇത്രയും ഉണ്ടല്ലേ, 4 കഷ്ണമായി. മോനെ വീണ്ടും 1 കഷ്ണം, ഇത്രയും 5 കഷ്ണം.
ഉണ്ടല്ലോ നിമിഷ നേരം കൊണ്ട് നമുക്ക് ഇത്ര 6 പീസ് പുട്ടാണ് റെഡി ആക്കണം. 10 മിനിറ്റ് കൊണ്ട് 6 പീസ് പുട്ട് റെഡി ആയില്ലേ? 10 മിനിറ്റ് ഒന്നും ആയിട്ടില്ല കേട്ടോ. നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ പുട്ടും സോയാബീനും നമ്മളെ ചിക്കൻ അതിന് വേണ്ടിയില്ലല്ലോ. ശാസ്ത്ര ഔ